മുക്കത്ത് നിന്ന് സഫീറ മഠത്തിലകത്ത് മറ്റു വിവരങ്ങൾ നൽകും. സഫീറ, ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF ക്യാമ്പിന്റെ നിലവിലെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം അരുൺ, കഴിഞ്ഞ 23-നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്നുള്ള ഒരു വാർത്ത വരുന്നത്. അന്നത്തെ കൺവെൻഷനിൽ തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് UDF-കാരെ കണ്ടത്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. മുക്കത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുന്നിലാണ് ഈ പ്രവർത്തകരെ നമ്മൾ കാണുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നല്ലോ. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. ഞങ്ങൾ ഒരുപാട് കാത്തിരിക്കുമായിരുന്നു ഇതുവരെ. ഈ ഓഫീസൊക്കെ ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് ആൾക്കാർ ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ടുള്ളൊരു വിഷമം എല്ലാവരും ഇപ്പം എത്തിച്ചേരും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഓഫീസ് എടുത്തിട്ടിരുന്നു, പക്ഷേ ആളെ ഡിക്ലെയർ ആകാത്തത് കൊണ്ട്, സ്ഥാനാർത്ഥി ഡിക്ലെയർ ആകാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഇത്ര വൈകിപ്പോയത്, പ്രഖ്യാപനം വൈകിപ്പോയതിന് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടായിരുന്നു? വിഷമമൊന്നുമില്ല, ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ വരുമെന്ന്. ഞങ്ങൾ ഒരുപാട് ഉറപ്പുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ആയതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. ഈ ടി സിദ്ദീഖ് മാറിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എന്താണ് നിങ്ങൾ? അത് വലിയ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറി കൊടുക്കണമല്ലോ. അതപ്പോൾ സിദ്ദീഖ് ചെയ്ത് ഓനും നല്ലൊരു ഭാവിയുണ്ട്. നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുലിനെ വിജയിപ്പിക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ ജനത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വരവാണ്. അതുകൊണ്ട് തന്നെ വയനാടിന് ലഭിച്ച ഈ ഒരു വലിയ അംഗീകാരം തീർച്ചയായും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ലഭ്യമാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ വലിയൊരു നേതാവാണല്ലോ വയനാട്ടിൽ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി. എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾ എത്രമാത്രം ഇനി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങും? ഞങ്ങൾ ഉഷാറാക്കും, അടിച്ചു പൊളിച്ചാൽ വിജയിപ്പിച്ചെടുക്കും, ഉഷാറാക്കും. ഇന്നത്തോടു കൂടി ഞങ്ങൾ ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു യുദ്ധാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും കർമ്മോജ്ജിതരായിട്ട് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇന്ന് വൈകുന്നേരത്തോടെ എല്ലാ ഓഫീസുകളും പ്രവർത്തനം ആരംഭിക്കും. അതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇനി എന്തെങ്കിലും വൈകുന്നേരം ആഹ്ലാദ പ്രകടനമോ? വൈകുന്നേരം 5 മണിക്ക് ഇവിടെ മുക്കം ജംഗ്ഷനിൽ വെച്ചിട്ട് നല്ല ശക്തി പ്രകടനമുണ്ട്. അതിന് 5 മണിക്ക് തുടങ്ങും. അതിന് എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. മൊബൈൽ, വാട്സപ്പ് വഴി എല്ലാവരും എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷിക്കുന്നത്. അരുൺ, ഇവരും പ്രതീക്ഷയിൽ തന്നെയാണ്. മുക്കത്തുള്ള ആളുകൾ 23-നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ ചെറിയ രീതിയിൽ ഉള്ള ഒരു പ്രതീക്ഷ വിട്ടുപോയിരുന്നെങ്കിലും അവർ ഊർജ്ജസ്വലരായിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തോടെ. ഇന്ന് വൈകുന്നേരത്ത് മുക്കത്ത് ഒരു ശക്തി പ്രകടനം, രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ലീഗൊക്കെ വലിയ പരാതി പറഞ്ഞൊരു പ്രദേശം കൂടെയാണല്ലോ സഫീറാദ്. യുദ്ധം ജയിക്കാവുന്ന പടക്കളത്തിൽ ആയുധമില്ലാത്തവരെ പോലെ ഞങ്ങൾ നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പരാതി പറയുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ആ ആശങ്കയൊക്കെ മാറി ഇപ്പോൾ ഒരു വലിയ ഉണർവിലേക്ക് വന്നിട്ടുണ്ടോ കാര്യങ്ങൾ? അതെ, ആ ഉണർവിൽ തന്നെയാണ് UDF-ൽ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതെല്ലാം ലീഗിൻ്റെ കൊടികളാണ്. ലീഗുകാർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കം, ആദ്യം തന്നെ ആ മുന്നൊരുക്കം നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഇന്ന് അവർ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടുള്ള പ്രകടനത്തിൽ എല്ലാ ആളുകളെയും, UDF-ൻ്റെ എല്ലാ കക്ഷികളെയും, എല്ലാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ആ രീതിയിൽ ഇവരുടെ ഒരു പ്രതികരണം. കുറച്ച് ആളുകൾ കൂടി ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണല്ലോ, എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള ഇന്നത്തെ ഉറപ്പ് കിട്ടിയതോടുകൂടി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഉറപ്പ് കിട്ടിയതോടുകൂടിയിട്ട് യുവാക്കൾക്കും വോട്ടർമാർക്കൊക്കെ വളരെ സന്തോഷമാണ്. നാളെ തൊട്ടിട്ട് ഞങ്ങൾ അഹോരാത്രമുള്ള പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് പിന്നെ ഇവിടുത്തെ വിജയത്തിനെ കുറിച്ച് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലീഗുകാർക്കൊക്കെ പരാതി ഉണ്ടായിരുന്നല്ലോ, വിഷമമുണ്ടായിരുന്നല്ലോ വൈകുന്നത്. അതെന്ത് തോന്നുന്നു? ഇപ്പം സന്തോഷമായിരുന്നു? ഇപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. കാരണം വൈകി വന്നത് ഞങ്ങളെ പ്രവർത്തനത്തിന് കുറച്ചും കൂടി ആക്കം കൂട്ടാനുള്ളൊരു, എല്ലാവരും കെട്ടുറപ്പോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഉള്ളത്. അതേ മുമ്പേ ആണെങ്കിൽ അവർ ഒഴുകിയ മട്ടിലേ പോകുന്നത്. ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള എല്ലാ ഇതിലും കൂടെ ഒരു ആവേശോജ്ജലമായിട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അരുൺ, ചൂട് കാരണമൊക്കെ ആയിരുന്നു ഈ പ്രദേശത്ത് ആളുകൾ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ ഓഫീസിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ രീതിയിലാണ് പ്രവർത്തകർ ഈ രാഹുൽ ഗാന്ധിയുടെ വരവിനെ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് ഇവർ കുറച്ച് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു നീക്കമാണ് മുക്കം ഭാഗത്ത് കാണുന്നത്.